ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നവഭാരതത്തിന് യുവചൈതന്യം. രാജ്യവികസനത്തിന് അർത്ഥപൂർണമായ സംഭാവനകൾ നൽകാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന വിവിധ പരിപാടികളുമായി രാഷ്ട്രം ഇന്നലെ ദേശീയ യുവജന ദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ചുള്ള ഒരാഴ്ചക്കാലം രാജ്യമെമ്പാടും ദേശീയ യുവജന വാരമായും ആചരിക്കുന്നു. ലോകം ദർശിച്ച മഹാനായ ആത്മീയ നേതാവും യുവചൈതന്യത്തിന്റെ പ്രതീകവുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12-നാണ് രാജ്യം എല്ലാ വർഷവും ദേശീയ യുവജന ദിനമായി ആചരിച്ചു വരുന്നത്. സ്വാമി വിവേകാനന്ദൻ യുവചേതനയ്ക്ക് നൽകിയ അചഞ്ചലമായ ആത്മധൈര്യം യുവമനസ്സുകളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ആ മഹാന്റെ 162-ാം ജന്മവാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2025 എന്ന പരിപാടി തികച്ചും വേറിട്ട് നിൽക്കുന്നു. ഇക്കഴിഞ്ഞ 11-12 തീയതികളിൽ നടന്ന പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള 3000-ഓളം പ്രതിഭകൾ വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പരിപാടിയെ അഭിസംബോധന ചെയ്യുകയും യുവ പ്രതിഭകളുമായി സംവദിക്കുകയും ചെയ്തു. हमारे सामने 25 साल का गोल्डन पीरियड है, अमृत काल है और मैं पूरी तरह से आत्मविश्वास से भरा हूं. भारत की युवा शक्ति विकसित भारत का सपना जरूर साकार करेगी. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ യുവശക്തി വികസിത ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളതായി പ്രധാനമന്ത്രി പറഞ്ഞു. सिर्फ 10 साल में आप युवाओं ने भारत को स्टार्टअप की दुनिया में टॉप 3 देशों में ला करके खड़ा कर दिया. 10 साल में आप युवाओं ने भारत को मैन्युफैक्चरिंग में इतना आगे पहुंचा दिया. सिर्फ 10 साल में आप युवाओं ने डिजिटल इंडिया का परचम पूरी दुनिया में लहरा दिया. सिर्फ 10 साल में आप युवाओं ने भारत को स्पोर्ट्स की दुनिया में कहां से कहां पहुंचा दिया. मेरे भारत का युवा जब हर असंभव को संभव कर रहा है तो विकसित भारत भी जरूर संभव कर दिखाएगा. യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ഒരു മഹത്തായ ചരിത്രം യുവാക്കളിലൂടെ താൻ വിഭാവനം ചെയ്യുന്നതായും അതിനായി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരണമെന്നും പ്രധാനമന്ത്രി യുവാക്കളോട് അഭ്യർത്ഥിച്ചു. साथियों, मैंने लाल किले से 1 लाख नए युवाओं को राजनीति में लाने की बात कही. अपने सुझावों को लागू करने के लिए राजनीति भी बहुत शानदार माध्यम हो सकती. मुझे विश्वास है आप में से ही अनेकों नौजवान राजनीति में भागीदारी के लिए भी आगे आएंगे. साथियों, आज आपसे बात करते हुए मैं विकसित भारत की एक भव्य तस्वीर भी देख रहा हूं. विकसित भारत में हम क्या देखना चाहते हैं, कैसा भारत देखना चाहते हैं. विकसित भारत यानी जो आर्थिक, सामरिक, सामाजिक और सांस्कृतिक रूप से सशक्त होगा. കേരളത്തിൽ നിന്നും പ്രതിഭ തെളിയിച്ചുകൊണ്ട് മുൻപന്തിയിലെത്തിയ വിദ്യാർത്ഥികളും യുവാക്കളും അടങ്ങിയ 39 പേരുടെ സംഘമാണ് ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത്. യുവജനതയുടെ പങ്കാളിത്തവും പുരോഗതിയുമില്ലാതെ വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ കഴിയില്ലെന്ന് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള യുവസംഘത്തെ രാജ്ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. We are after independence in the 76th or 77th year of independence. Many other countries who attained independence or they themselves came into existence, they have become developed countries. We have not so far. Now the time has come not for the people who have grey hairs like me. I am an old person like here speaking before you.
But my friends, you are the young one. By 2047, you will be witnessing the Vikasit Bharat, that is developed Bharat. You will be witnessing. I don't know whether I will be that time on this earth or not. But you are certainly there, certainly. By God's grace and God's Ashirwad, you all will be witnessing the developing nation, developed nation. യുവശാക്തീകരണം ലക്ഷ്യമാക്കി മികച്ച അവസരങ്ങളാണ് രാജ്യം യുവാക്കൾക്ക് നൽകി വരുന്നത്. പ്രധാനമന്ത്രിക്ക് മുന്നിൽ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും അദ്ദേഹവുമായി സംവദിക്കാനും അവസരം ലഭിച്ചത് ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചതായി കേരളത്തിൽ നിന്നും പരിപാടിയിൽ പങ്കെടുത്ത വൈശാഖ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുകയും വികസിത ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മറ്റ് യുവ പ്രതിഭകളോടൊപ്പം ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടൊപ്പവും പങ്കെടുക്കുവാനും ഒരു വലിയ അവസരം തന്നെ ലഭിക്കുകയുണ്ടായി. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് ജനുവരി 10, 11, 12 തീയതികളായിട്ടാണ് പ്രസ്തുത നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ അരങ്ങേറിയത്. കേന്ദ്ര യുവജന മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് ഭാരത് ക്വിസ്, എസ്സേ, തുടർന്ന് PPT പ്രസന്റേഷൻ, അഭിമുഖത്തിനും ശേഷമാണ് ഈ ഒരു പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ വികസിത ഭാരതവും സ്റ്റാർട്ടപ്പുകളും കാർഷിക രംഗവും കായിക രംഗവും തുടങ്ങി 10 വിഷയങ്ങളിലായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്തത് മേക്കിംഗ് ഇന്ത്യ സ്പോർട്ടിംഗ് ആൻഡ് ഫിറ്റ് നേഷൻ എന്നൊരു ആശയമായിരുന്നു. ഈ വിഷയത്തിലെ എക്സ്പേർട്ട് പാനലിൽ ഉൾപ്പെട്ടിരുന്നത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ നായകൻ ശ്രീ ബൈച്ചുംകുട്ടി ആയിരുന്നു. എൻ്റെ ചില ആശയങ്ങൾ സംവദിക്കുവാനും അദ്ദേഹത്തിൻ്റെ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുവാനും ഈ ഒരു പരിപാടിയിലൂടെ സാധിച്ചത് വലിയൊരു അവസരമായിട്ട് തന്നെ കണക്കാക്കുന്നു. ദേശീയ യുവജന ദിനത്തിൽ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം പങ്കെടുക്കുവാനും വലിയ വ്യക്തിത്വങ്ങളായ ആനന്ദ് മഹീന്ദ്ര, പാൽക്കി ശർമ്മ, ഡോക്ടർ സോംനാഥ് തുടങ്ങിയവരുടെ എല്ലാം സെക്ഷൻസും പങ്കെടുക്കുകയെല്ലാം ചെയ്തത് ഈ ഒരു നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് ലഭിച്ച വലിയ പ്രചോദനങ്ങൾ തന്നെയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു യുവ പ്രതിനിധി മീര കിരൺ. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഏറെ ബഹുമാന്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകളുമായി നേരിൽ സംവദിക്കാൻ അസുലഭ അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അവസരവുമായി ഞാൻ കരുതുന്നു. കൂടാതെ എൻ്റെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മേൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുമായി വിവിധ വിഷയങ്ങളിൽ നേരിൽ സംവദിക്കാൻ കഴിഞ്ഞത് എനിക്കും ഏറെ അഭിമാനവും അന്തസ്സും നൽകുന്ന ഒരു കാര്യമാണ്. യുവതയുടെ സർഗശേഷിയും ഊർജവും ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി ഇന്ത്യയെ ശക്തമായ രാജ്യമാക്കി മാറ്റുക എന്നതാണ് ഇത്തവണ ദേശീയ യുവജന ദിനം മുന്നോട്ട് വച്ച പ്രമേയം. യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ കർമ്മശേഷി വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സുപ്രധാന സംവിധാനമാണ് മേര യുവഭാരത് പോർട്ടൽ. യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം നേടാനും അനുകൂലമായ വ്യക്തിത്വം വളർത്തിയെടുക്കാനുമുള്ള മികച്ച അവസരമാണ് മൈ ഭാരതിലൂടെ ലഭ്യമാകുന്നത്. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സമഗ്ര സംവിധാനമാണിത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്ര പോലുള്ള ഗവൺമെന്റ് ഇതര സംവിധാനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ സഹായിക്കുന്ന മൈ ഭാരത് പ്രസ്ഥാനം യുവാക്കൾക്ക് കൂടുതൽ ശക്തി പകരുന്നതായി നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടന 1985 അന്താരാഷ്ട്ര യുവജന വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ യുവജന ദിനം പ്രഖ്യാപിക്കുന്നതും യുവജന ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. രാജ്യത്തെ യുവജനങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ സർക്കാർ ഏജൻസികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നെഹ്റു യുവകേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം, NCC, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവ നമുക്ക് സുപരിചിതങ്ങളാണ്. ഇതുകൂടാതെ വിവിധങ്ങളായ സർക്കാർ ഇതര സംഘടനകളും പ്രവർത്തിക്കുന്നു. യുവജന ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഇത്തരം ഏജൻസികളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം മേര യുവഭാരത് എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഡിജിറ്റലായും അതോടൊപ്പം തന്നെ നേരിട്ടും യുവജന വികസന ക്ഷേമ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മൈ ഭാരതിന്റെ ലക്ഷ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, കല, കായിക, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ യുവജനങ്ങൾക്കായി പരിപാടികളും പദ്ധതികളും ഉണ്ടാവുമ്പോൾ
രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷകളായി ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന പരിപാടികൾ പുതുതായി ആവിഷ്കരിക്കും. രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതൽ യുവജനങ്ങൾ കടന്നു വരേണ്ട ആവശ്യകത കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞത് ഈ തരുണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതോടൊപ്പം വികസന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പാവുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം പൂർണ്ണമാവുന്നത്. വരും നാളുകളിൽ ഈ രംഗത്ത് സമൂലമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യപൂർത്തീകരണത്തിനായി രാജ്യം ജനസംഖ്യയിൽ 60% വരുന്ന യുവശക്തിയിലാണ് വിശ്വാസമർപ്പിച്ച് മുന്നേറുന്നത്. ഈ രീതിയിൽ യുവശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികളും പരിപാടികളുമാണ് സർക്കാർ രാജ്യമെമ്പാടും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. 2015 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന ഒരു നവീനാശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് രാജ്യത്ത് യുവശാക്തീകരണത്തിന് കരുത്തേകി. ഇന്ന് രാജ്യത്തെ 656 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം അംഗീകൃത സ്റ്റാർട്ടപ്പുകളുള്ള ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുള്ള രാജ്യമായി മാറി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള രാഷ്ട്രീയ യുവ സശക്തീകരൺ കാര്യക്രം, പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന, ഖേലോ ഇന്ത്യ, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം തുടങ്ങിയവയും രാജ്യത്തെ യുവജന ശാക്തീകരണത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ഇത്തരത്തിൽ യുവാക്കളെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ടും ഭരണകാര്യങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ടും വികസിത ഭാരതത്തിനായുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യമങ്ങൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായി വിദ്യാർത്ഥിനിയായ ലക്ഷ്മി പ്രിയ പറയുന്നു. അന്ന് വിവേകാനന്ദൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ഭാരതത്തെ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വികസിത് ഭാരത് അറ്റ് 2047. 2047 ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാജ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി യുവാക്കളുടെ പഠനത്തിന് സഹായകമായി നിരവധി സ്കോളർഷിപ്പുകളും തൊഴിലവസരങ്ങളും സംരംഭകർക്കായി നിരവധി വായ്പാ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിന്റെ ഭാഗമായ ഒരു ബിഫാം സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് എന്റെ മുന്നിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കോവിഡ് വാക്സിൻ ഭാരതം വികസിപ്പിച്ചത്. അതുപോലെ ഇനിയും വാക്സിൻസും മരുന്നുകളും വികസിപ്പിക്കാനുണ്ട്. അതിനുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് സ്വാമി വിവേകാനന്ദൻ കണ്ട സമ്പൂർണ്ണ വികസിത ഭാരതം എന്ന സ്വപ്നത്തെ മോദി സർക്കാർ യുവാക്കളിലൂടെ വികസിത് ഭാരത് 2047 എന്ന മിഷനിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ്. ഭാരതത്തെ ഒന്നാമതെത്തിക്കാൻ ഓരോ യുവാക്കളും കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതികൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സമൂഹത്തിലെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന യുവജനത രാജ്യത്തിന്റെ വിലമതിക്കാനാകാത്ത മനുഷ്യവിഭവശേഷിയാണ്. അവരുടെ അതിർവരമ്പുകളില്ലാത്ത കഴിവുകളാൽ ഇന്ത്യ ഇന്ന് പുരോഗതിയുടെയും നവീകരണത്തിന്റെയും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. ദേശീയ യുവജന ദിനം യുവാക്കളുടെ ഈ സാധ്യതകളെ അംഗീകരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണ്. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവജനങ്ങൾ വഹിക്കുന്ന സുപ്രധാനമായ പങ്കിന്റെ അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദേശീയ യുവജന ദിനം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.